ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് വെള്ളിയാഴ്ച പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും ഇതൊക്കെ ഒന്ന് സ്ത്രീട്ട് വെച്ചിട്ട് ലെവലാക്കിയിട്ട് പോകണം വിചാരിച്ചു. പക്ഷെ പള്ളിക്ക് പോകാൻ സമയത്താണ് നമ്മളിത് എടുത്ത് നോക്കുക. പിന്നെ ഒന്നും സമയം ഉണ്ടാവില്ല. ഇതേപോലെ മാറ്റി കുളിച്ച് മാറ്റിയാൽ നേരെ പോവാം പള്ളിക്ക്. അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ബാർബർ ഷോപ്പ് പോയി താടിയും മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. എല്ലാ ആഴ്ചയും ഇതേ അവസ്ഥ തന്നെ. സമയത്തിൻ്റെ പരിമിതിയും പിന്നെ നമ്മൾ ശ്രദ്ധ കുറവും. ഏതായാലും നിങ്ങളോട് പറയുകയാണെങ്കിൽ ഉള്ളതൊക്കെ പാടെ തട്ടിക്കൂട്ടി മുടിയൊക്കെ വാർന്ന് ഉള്ളതൊന്ന് മേക്കപ്പ് ഇട്ടിട്ട് ഒരു പുതുക്കത്തിനുള്ള ശ്രമമാണ് കേട്ടോ. നമ്മൾ ജോലി നാട്ടിലായതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ട് നമ്മളെ നാട്ടിലെ പള്ളിയിലൊക്കെ കൂടി അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ. ആ ഒരു വെള്ളിയാഴ്ച നമുക്കൊന്ന് എന്താ പറയുക ഒരു സമാധാനത്തോടു കൂടി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നല്ലൊരു റാഹത്തോടു കൂടി തിരിച്ചു വരുമ്പോഴുള്ളൊരു മനസ്സിനുള്ളൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ. ഈ ഒരുക്കത്തിന് ശേഷം നല്ല ഉഷാറായിട്ട് നല്ലൊരു കഞ്ഞി അച്ചാറും കുടിച്ചിട്ട് പള്ളൊക്കെ ഫുള്ളാക്കിയിട്ട് പോകുമ്പോഴാണ് കേട്ടോ ഒരു ഹരമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമുക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇന്നെന്തോ ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട് കേട്ടോ പള്ളിക്ക് പോകാൻ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനും പോകാനൊക്കെ ഒരു ആവേശമുണ്ട്. അടിയിൽ ഇപ്പോൾ അതിന് ലുക്കാണ് കേട്ടത്. എത്ര മേക്കപ്പ് ചെയ്താലും ഇത്ര ലുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ വണ്ടിയിലല്ല കേട്ടോ പോകണം. നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നാൽ ചെറിയൊരു ദൂരമുള്ളൂ. നേരെ അങ്ങാടിക്കുള്ള റോഡുണ്ട് കേട്ടോ. പള്ളീൻ്റെ നേരെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത്. ഇതുകൊണ്ട് എന്താ വെച്ചാൽ രണ്ട് കാര്യമുണ്ട് കേട്ടോ. ഒന്ന് നടന്നു പോയാൽ തന്നെ പള്ളിക്ക് പോകുമ്പോൾ നമുക്ക് പടച്ചോനുള്ള കൂലി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വഴിയിലൂടെയൊക്കെ ഈ പ്രകൃതി രമണീയമായ നമ്മളെ ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു ഫീല് വേറെ തന്നെയാണ് കേട്ടോ. നേരെ നോക്കി നിങ്ങൾക്ക് കാണും, നേരെ അങ്ങാടിയിലെ ഹൈവേ റോഡാണ് കാണുന്നത്. അതിന് തൊട്ട് ചാരിപ്പുറത്ത് എത്തുന്നതിന് മുമ്പാണ് ഈ തോട് കിടക്കുന്നത്. ഞാനതിന് സെൽഫിയൊക്കെ എടുത്ത് സെറ്റായപ്പോൾ ഇതിന് ബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ ഏതായാലും കണ്ടില്ല ചെങ്കള നമ്മളെ പള്ളിയാണ് ഈ കാണുന്നത്. പള്ളീൻ്റെ മുന്നിൽ നിന്ന് ഈ കുട്ടികളെ കണ്ടപ്പോൾ സത്യത്തിൽ പണ്ട് സ്കൂളിൽ പോയിന കാലം ഓർമ്മ വന്നു. അപ്പോൾ ചെങ്കളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജുമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ചാനൽ. അങ്ങനെ ഈ ഒരു വീഡിയോയും ശുഭം. ഓക്കെ, ബൈ.